ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: മതവസ്ത്രം ധരിച്ച് അപമാനിക്കുന്നില്ല, മതത്തിനെ ചൊറിയുന്നുമില്ല, അങ്ങനെ 2 സ്ത്രീകൾ. ജാസ്മിൻ്റെ പിറകിൽ നിൽക്കുന്ന മറ്റേ നമ്മുടെ ആ കൊച്ചുമാണ്. അപ്പോൾ ഇവർ 2 പേരും ചേർന്നിട്ട് നമ്മളെ മതത്തിനെ അവഹേളിക്കുന്നില്ല എന്ന ഒരു ഇതിട്ടുകൊണ്ട് അവരെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാനാണ്. പക്ഷെ അതിനകത്ത് കണ്ടൊരു പിക്ചർ കണ്ടു, അവൻ സ്പ്രേ അടിക്കുന്ന സ്ഥലം കണ്ടു, വേറെ എവിടെയും അടിക്കാനില്ല. അതിന് വന്ന ഒരു കമൻറ്റ് കൂടെ ഒക്കെ വായിക്കാം. കമൻ്റാണ് സൂപ്പർ. അവൻ ആ സ്പ്രേ അടിച്ച സ്ഥലം കണ്ടു, അവനിക്ക് അറിയാം ശരിക്കും എവിടെയാണ് അടിക്കേണ്ടത് എന്ന്. മനുഷ്യനാണ്, നന്നായി ജീവിച്ചാൽ ബ്രോ മതങ്ങളെ ചെയ്യേണ്ടത് ഇല്ല ബ്രോ, സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതി. എന്താ ജാസ്മിൻ ഇത്? കീടനാശിനിക്കുള്ള മരുന്നടിക്കല്ലേ ചേട്ടാ, എല്ലാ തീട്ടങ്ങളും ഉണ്ടല്ലോ. എന്തിനെ മതം നോക്കി ജീവിക്കുന്നു? ഈ ലോകത്തുള്ള മനുഷ്യരിൽ, മതം പാലിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എല്ലാവർക്കും ഒരേ ഘടന തന്നെ അല്ലേ ഉള്ളത്? ജാസ്മിൻ ഫേമസ് ആയതും ജാസ്മിന് അത്രയധികം സബ്സ്ക്രൈബ് കിട്ടിയതും മതത്തിനെ പിടിച്ചിട്ട് തന്നെയാണ്. മതവാദികളും മതത്തിനെ ഇഷ്ടപ്പെടുന്നവരുമാണ്. നമ്മുടെ മതത്തിലൊരു കുട്ടി വന്നു എന്നുള്ളൊരു അക്സെപ്റ്റൻസിൽ ആ പെൺകുട്ടിക്ക് ഒരുപാട് രീതിയിൽ അക്സെപ്റ്റൻസ് കൊടുത്തതും സബ്സ്ക്രിപ്ഷൻ കൂടിയതും ഒക്കെ മതം പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, മതത്തിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല മാഡം. അങ്ങനെ വരാതിരുന്നാൽ വേറെ ആരും അവരെ ശല്യം ചെയ്യുകയില്ല. അതിൻ്റെ തെളിവ് തന്നെയാണത്. പക്ഷേ ഈ കാണിക്കുന്നതെല്ലാം മതപരമാണ് എന്ന് മാത്രം പറയരുത്. മതത്തിൽ കാണിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ പറയുന്ന എച്ചിലുകൾ പറയുന്നതിൽ വസ്തുതയില്ലെന്നും ശുദ്ധ നുണയാണെന്നും ഇതാണ് സത്യമെന്നും തെളിയാൻ ഇതിൽ പരം നല്ലൊരു വീഡിയോ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഒരാളെ സ്നേഹിക്കുന്നതും അയാൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നതും അയാൾക്കൊപ്പം ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് വരെ നമ്മളെ ഇന്ത്യ അനുഭവിച്ചു തന്നിരിക്കുന്നത് സദാചാരവാദമോ സദാചാരമോ അല്ല. പല രീതിയിൽ പേരും പ്രശസ്തിയൊക്കെ നേടിയ ആൾ തന്നെയാണ് ജാസ്മിൻ, അതിനകത്തും തർക്കമില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, മതത്തിനെ ഇതിലേക്ക് വലിച്ചിരിക്കാതിരിക്കുക. അവർ 2 പേരും മതവിശ്വാസികളോ മതത്തിനെ അത്രത്തോളം സ്നേഹിക്കുന്നവരോ അല്ല. മതത്തിലെ ചില ചര്യകൾ ചട്ടങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോകാൻ തയ്യാറാകാത്ത 2 പേര് തന്നെയാണ്. അവരവരുടെ വഴിക്ക് വിടുക, അവരില്ലാത്ത പ്രശ്നം പറഞ്ഞുകൊണ്ട് വരണ്ട. ഈ പോസ്റ്റ് ഇട്ട കുത്തിക്കലാശം കാണിക്കാൻ കുത്തിക്കഴപ്പ് പിടിച്ചവൻ ഉദ്ദേശിച്ചത് അവനെ അവളെ നാറ്റിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായ ആളുകളിലേക്ക് എത്തി. കമൻസ് മുഴുവൻ തെറിവിളിയാണ്, ഒരു രക്ഷയില്ലാത്ത തെറിവിളിയാണ്. അത് ഇരന്ന് വാങ്ങിക്കുന്നതാണ്. അവനും കല്യാണം കഴിക്കത്തില്ല, 2 പേർക്കും ഒരു ക്ലാരിറ്റി ഇല്ല, ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുണ്ടായ ഒരു ക്ലിയറിറ്റിയാണ് എന്നൊക്കെയാണ് 2 കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അവരെ എടുത്തു വെച്ച് റീൽസോ റിയാക്ഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചാനൽ പൂട്ടിച്ച് കളയും എന്നൊരു ഭീഷണിയും കൂടി ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കാറില്ല. ആരും ഇത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനും ഇത് മൈൻഡ് ചെയ്യാറില്ല, പക്ഷേ കണ്ടപ്പോൾ തോന്നി. എന്നാലും ഇവിടെ നിനക്ക് വേറെ എവിടെ സ്പ്രേ അടിക്കാൻ തോന്നിയില്ല, അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും ഐ റിയലി മിസ് യു ഗൈസ്. ആ വാഴത്തോപ്പും നിങ്ങളും പ്രണയ നില മധുര നില പ്രണയമേ ത്രയത്ര സുന്ദരം എന്തുവായിരുന്നു. ഉറക്കമില്ലാത്ത 3 മാസമായിരുന്നു. 3 മാസക്കാലം ഞങ്ങളുടെ എല്ലാം ഉറക്കം നഷ്ടപ്പെടുത്തി TV-യിലേക്ക് കണ്ണ് ഇങ്ങനെ വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ അതൊരു വല്ലാത്ത കാലമായിരുന്നു. വല്ലാത്ത ജാതി, മറക്കാനാകുന്നില്ല ഗൈസ്. അല്ല, എന്തിനായിരിക്കും നീ സ്പ്രേ അടിച്ചിട്ടുണ്ടാവുക? പിന്നെ വൃത്തിയുണ്ടെന്നൊക്കെ ഇവൾ പറയുന്നതല്ല, ഇവക്ക് വൃത്തിയുണ്ടെന്ന് ഇവൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്തിനായിരിക്കും? ചൊറിയാനായിരിക്കും, കൂട്ടിന് സേവലോട് വാരി തള്ളുന്നതാണ്. സ്വന്തം ജീവിതം നശിക്കപ്പെടുന്നത് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു വാൽമാക്രിയുടെ തൂങ്ങി കിടക്കുന്ന ഒരു പെണ്ണ്. അത്രേ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൂ. ഇപ്പം നമ്മളെ പൊങ്കാലയിടാൻ വരണ്ട, നമ്മൾ ഓൾഡ് അതെ ഉമ്മ വൈബാണ്, തള്ള വൈബിൽ ഇരുന്നുകൊണ്ട് ഇതിനപ്പുറവും പറയും. കൊള്ളാടി, എന്നാലും കൊള്ളാം. എന്നാലും എൻ്റെ കൊച്ചിനെ കരിഞ്ഞ ഷാരൂഖ് ഖാനാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്ന് എനിക്ക് വന്നൊരു ഗതികേട്. ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ കൃതാർത്ഥയായി. നന്ദി.